എന്ന് ജയകുമാർ ചോദിക്കുന്നു. എന്തായാലും നമുക്ക് അഹമ്മദ് ബാവയിലേക്ക് വരാം. അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. അയ്യപ്പസ്വാമിയെ അവഹേളിച്ചു എന്ന് അല്ലെങ്കിൽ അവഹേളിക്കുന്നതിനെ പറ്റി അപമാനിക്കുന്നതിനെ പറ്റി വേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പാട്ടുണ്ടല്ലോ, അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി ഇവര് നൽകിയില്ലല്ലോ. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇവര് പരാതി നൽകാഞ്ഞത്? ഇവര് വിചാരിച്ചത് നിലാവില്ല എന്ന് കരുതി നേരം വെളുക്കുന്നവരെ കക്കാൻ നിൽക്കരുത്, നേരം വെളുക്കുന്നതിന്റെ മുൻപ് കത്തൊഴിവാകണം, നിലാവില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ കക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഇവര് വിചാരിച്ച് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ ഇവരിതെല്ലാം കൂടി അങ്ങോട്ട് ഒന്നാകെ വീഴാന്നാ വിചാരിച്ച, അത് റിസൾട്ട് വേറൊരു വഴിക്ക് മാറിപ്പോയി. അപ്പൊ വന്ന അങ്കലാപ്പാണ്. പിന്നെ ബൈക്കിനെതിരിൽ കേസെടുത്ത പിണറായി സർക്കാരിന് പാട്ടിനെതിരിലും കേസെടുക്കാം. ഞങ്ങളടുത്ത താനാളൂര് ഇവര് പാടിയ പാട്ടവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ഇത് കേസെടുക്കണം എന്ന് പറയുന്നത്. ഇത് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ജനങ്ങളുടെ വായത് മൂടിക്കെട്ടാൻ പറ്റുമോ? ജനങ്ങൾ ഇതിങ്ങനെ പാടിക്കാണ്ട് നടക്കൂല. തീരെ പാട്ടറിയാത്ത ഒരാളാണ് ഞാനും. ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാണ്. അപ്പൊ ലോകൈക വിഡ്ഢിത്തരം എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയാ? കറുപ്പിനെ പേടി, പാട്ടിനെ പേടി, ഈ ഒരു തരം മാനസിക വിഭ്രാന്തി പിടിപെട്ടിരിക്കുകയാണ് ഇപ്പൊ ഇവർക്ക്. തെരഞ്ഞെടുപ്പ് പടിവാദിക്കലും നിൽക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് UDF-കാർക്ക് ഞങ്ങൾ വിചാരിച്ചതിലും 10 സീറ്റും കൂടി അധികം കിട്ടാനുള്ള ഒരു പരിപാടി ഇവരെന്നെ ചെയ്തു തരികയാണ്. എല്ലാ സമയത്തും ഇവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് നന്ദി അറിയിക്കുകയാണ്. അല്ലാതെ അയ്യപ്പ ഭക്തിയൊന്നും ഇതിലെല്ലാം ഇപ്പൊ അവർക്കും അറിയാമെന്നുള്ളതാ. ഏതായാലും ഈ പ്രാവശ്യം മകരവിളക്കിന് പിന്നെ ധാരാളം അയ്യപ്പന്മാര് ശബരിമലയിലേക്ക് ഉണ്ടാവും. CPM-ലുള്ള വളരെ അധികം ആളുകൾ മാലയിടാൻ പോവുകയാണെന്നാണ് കേട്ടത്. അതും സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ശ്രീ അഹമ്മദ് ബാബ, എന്തായാലും അങ്ങനെ ശബരിമല പോകുന്ന ഭക്തർക്ക് അങ്ങനെ CPM, കോൺഗ്രസ്, BJP എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സ്വാഭാവികമായും മുൻകാലങ്ങളിലുമൊക്കെ ഇടതുപക്ഷക്കാരൊക്കെ, ഈ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ഇടതുപക്ഷക്കാരെല്ലാവരും ശബരിമല പോകുന്നവരാണ്, വലിയൊരു വിഭാഗം ആളുകളും. കേട്ടില്ല. CPM-ന് ഇപ്പൊ ഈ പ്രാവശ്യം ആളുകൾ കൂടുതൽ പോകുന്ന. അങ്ങനെ ഇങ്ങനെ പാർട്ടി കണക്കൊന്നും ആരും എടുത്തിട്ടില്ല, ആളുകൾ കൂടില്ല. ശരി, ഓക്കെ, താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്ക് പറയുന്നത് ശരി. ഉണ്ണികൃഷ്ണനാണ് പോത്തൻകുളം. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ഇത് ആരുടെ വികാരമാണ്? മതവികാരം വ്രണപ്പെട്ടു എന്നൊക്കെ CPM-ന്റെ നേതാക്കൾ ആശങ്കപ്പെടുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ല, ഇത് സത്യത്തിൽ ഇത് നമ്മളെ സുനാമി ഒന്ന് നമ്മൾ മറന്ന്, കൊറോണ ഒന്ന് നമ്മൾ മറന്ന്, ഇതുപോലുള്ള മാരകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ സംഭവിച്ച് നമ്മളതെല്ലാം മറന്ന് അതിനെയൊക്കെ അതിജീവിച്ചു പോയി. പക്ഷെ ഈ വിഡ്ഢികൾ എന്താ ചെയ്യണത്? ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഈ കുത്തിപ്പൊക്കിയിലായിരുന്നെങ്കിൽ അതങ്ങ് മറന്നുപോയനെ ആളുകൾ. അതിനാവശ്യമില്ലാതെ ചൊറിഞ്ഞ് അവര് പുണ്ണാക്കുകയാണ്. ആ തോൽവിയുടെ അത് സമ്മതിക്കില്ല. അവര് തോറ്റു എന്ന് അവരെ കൊന്നു കളഞ്ഞാലും സമ്മതിക്കില്ല. എത്ര ഇനി അങ്ങേയറ്റം ഇനി പിന്നെ വട്ടപൂജ്യത്തിൽ പോയാലും അവർ സമ്മതിക്കില്ല എന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്ന ഇതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന, നേരത്തെ ഒരു കൂട്ടാൻ പറഞ്ഞ കണക്ക് മൈക്കിന് എതിരെ കേസെടുത്ത് ഇതുപോലെ പിന്നെ അവർക്ക് ഈ വിശ്വാസികളെ പിന്നെ എന്തോ ഭയങ്കര ദ്രോഹം ചെയ്തതായിട്ടാണ് ഇപ്പൊ ഇവർ പറഞ്ഞു നടക്കുന്നത്. ഇതാണ് ആളുകൾ ചിരിച്ചു പോകുന്നത്. അവിടെയാണ് ചിരി, അല്ലാതെ കേസെടുക്കുന്നത് ഇതൊന്നുമല്ല. വിശ്വാസികളെ നാണം കെടുത്തി ഇങ്ങനെ അയ്യപ്പനെതിരെ പാട്ടെഴുതി അവരെ ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. പറയുന്നത് ആര്? ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാര്. സാറ് നേരത്തെ പറഞ്ഞ കണക്ക് സാധാരണക്കാരായിട്ടുള്ള എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് പിന്നെ ഇടതുപക്ഷക്കാരുണ്ട്. അവര് വ്രതമെടുത്ത് അവര് നല്ല അന്തസ്സായിട്ടാണ് ശബരിമലയിൽ പോകുന്നത്. അവർക്കൊന്നും ഈ വലിയ നേതാക്കന്മാരെ പോലുള്ള ആയിട്ടൊന്നുമില്ല. അവര് ഇതിന് സപ്പോർട്ടാണ്. ഈ പാട്ട് അവരെ ആസ്വദിക്കുകയാണ്. ഇവരിപ്പോ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്ന ഇത് ആളുകളങ്ങ് മറന്നു പോകില്ലായിരുന്ന ഇത് 4 ദിവസം കഴിയുമ്പോ എല്ലാരും മറക്കും. നമ്മൾ ഇതിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്തെല്ലാം പീഡന കേസുകൾ വന്ന് അത് മറക്കുന്നില്ലേ? അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു ഉണ്ണികൃഷ്ണനാണ്, ചടയമംഗലത്ത് നിന്നുള്ള ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ പാട്ടിനെതിരെയും ഗാനരചയിതാവിനെതിരെയും പാട്ടുപാടിയവർക്കെതിരെയും ഒക്കെ കേസെടുത്ത രീതിയെയും അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് ഒരു മന്ത്രിയും CPM-ന്റെ മറ്റു നേതാവും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ?
സാറേ, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെയുള്ള ഒരു പ്രശ്നമല്ല ഇന്ന് നേരിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് എന്റെ പ്രായത്തിലുള്ളവർ കണ്ടുകൊണ്ടിരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും അസംബ്ലി ആയാലും